ക്ലാസ് 8 മോഡൽ എക്സാം ഏറെക്കുറെ കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ രണ്ട് രീതിയിൽ പറയുന്ന കാര്യമാണ്. കുറച്ച് കുട്ടികൾക്ക് എക്സാം കുറച്ച് ടഫായിട്ട് അല്ലെങ്കിൽ വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ചില കുട്ടികൾക്ക് നല്ല എളുപ്പമായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി നല്ലൊരു ഗ്രേഡ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കുട്ടികളോടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എക്സാം കുറച്ച് വിഷമമായിരുന്നു, വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുട്ടികളോടാണ്. പല കാരണങ്ങളുണ്ടാവും അതിന്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ, ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ റീസൺസ് ഉണ്ടാവും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വിഷമം എന്ന് പറയാൻ അത്ര ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ കൃത്യമായ രീതിയിലല്ല പഠിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര രീതിയിൽ പഠിച്ചില്ല എങ്കിലാണ് പലപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ വിഷമം എന്ന് പറയുന്ന കുട്ടികൾ, അയ്യോ എനിക്ക് വിഷമമായിരുന്നു, എൻ്റെ പബ്ലിക് എക്സാം ആകെ കൊള്ളാവോ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയല്ല ഇനി വേണ്ടത്. ഇനിയുള്ള ദിവസം എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഒരു അവസാനത്തെ എക്സാം ആയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. കാരണം ഇനി നമുക്ക് പബ്ലിക് എക്സാമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നടക്കുന്ന എക്സാം, നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പബ്ലിക് എക്സാമും നമ്മുടെ IT-യുടേതാണ്. പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസമുണ്ട്. ഈ ദിവസങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി റെഡിയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ദിവസങ്ങളൊന്നും നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ വിഷമമുള്ളവർക്ക് എന്തായാലും പബ്ലിക് എക്സാമും ചിലപ്പോൾ വിഷമമായേക്കാം. അപ്പോൾ എന്ത് വേണം? ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടും ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ഏത് രീതിയിലാണ് ഞാൻ പഠിച്ചത്, ഞാൻ ഈ പഠിച്ച പോലെ തന്നെ അങ്ങോട്ട് പഠിച്ചാൽ മതിയോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഇനിയും കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളെ തന്നെ നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന രീതി കുറച്ചും കൂടി മാറ്റം വരുത്താനും ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിഷമമായ കുട്ടികൾ മോശം കുട്ടികളൊന്നും, അല്ലെങ്കിൽ നിങ്ങളൊന്നും പഠിക്കാത്ത കുട്ടികളൊന്നും ഒന്നുമല്ല. ചിലപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റിപ്പോയുള്ള ചില അബദ്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ചിലപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഇനി ആ കാരണങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ, മൈൻഡിൽ ഒന്ന് കുറിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പാണ് ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗ്രേഡിലേക്ക്, A+ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഗ്രേഡിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മളും അങ്ങോട്ടേക്ക് തരുന്നുണ്ട്. അപ്പോൾ എക്സാം ഓൾറെഡി എളുപ്പമായിരുന്നു എന്ന് പറയുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക? എളുപ്പമായിരുന്നു എന്ന് വിചാരിച്ച് അവിടെ വെക്കരുത്. പബ്ലിക് എക്സാം ആകുമ്പോൾ ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കൂടി കവർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കി നോക്കുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഓരോ സ്റ്റെപ്പുകളിലൂടെയും കടന്നു പോകാൻ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൃത്യമായ രീതിയിൽ ഇനിയുള്ള ദിവസം യൂസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രേഡിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഓക്കെ, പക്ഷേ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.